ആകുമ്പോഴത്തേന് മൊത്തം വേറെ ബുക്കിഡ് സാധനങ്ങൾ വേറെ ഇരിപ്പുണ്ട്. ഇന്നത്തെ ആവുന്നില്ലേ? ഇത് മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം ബുക്കിംഗ്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഒരാൾ കൊണ്ടെത്തമ്മ ഇത് ഇഷ്ടമുള്ളതാണ് എടുക്കടാ. ഫ്രഷ് ടു ഫ്രഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുത്തോ. ഒരെണ്ണം മതി, അങ്ങോട്ട് വെക്ക്. അതെ, ഒരെണ്ണം മതിയോ? മതിയോ? ശരി, എടുത്തു. ഇന്നത്തെ രുചി തേടിയുള്ള യാത്രയാണ്. കായലിലെ ഞണ്ട് എടുത്തുകൊണ്ടാവാൻ പോവുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഞണ്ട് എടുക്കാൻ അവർ പറഞ്ഞിരുന്നു, അനുസരിച്ച് എടുത്ത് ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേച്ചിയെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് റോസ്റ്റ് ചെയ്യാൻ ഉടനെ തന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ റോസ്റ്റ് തരാമെന്നാണ് ചേച്ചി അന്നേരം പറഞ്ഞത്. അവരുടെ അടുക്കള ഇതാണ്. അടുക്കളയിൽ പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് അമ്മച്ചി അവിടെ കപ്പയ്ക്കൊക്കെ അരി എടുക്കാൻ അരിഞ്ഞുകൊണ്ടിരിക്കുക. കപ്പ അരിയാണ്, പച്ചക്കറികളൊക്കെ ഉണ്ട്. ആ കപ്പ വേവിച്ചതും ഞണ്ട് റോസ്റ്റുമാണ്. അവനോട് പൊറോട്ടയുടെ മാവ് ചൂടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്, ചൂണ്ടയിടാൻ വേണ്ടിയാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഉള്ളതാണ്. അവരുടെ കായലിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണിത്. അവിടെ കരിമീനെ വളർത്തുന്നുണ്ട്. അത് ചൂണ്ടയിടാൻ വേണ്ടി അമ്മമാർ പോവുക. പൊറോട്ട അവർ കൊടുത്ത പൊറോട്ടയൊക്കെ ആയിട്ട് ചൂണ്ടിടാൻ പോവുകയാണ്. ചൂടിനെ കൊടുത്ത് ചൂണ്ടയിടുക. വല്ലതും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ചൂണ്ട കുരുക്കാൻ വെച്ച പ്രയാസമാണ്. ഈ ചൂണ്ട ഇങ്ങനത്തെ ചൂണ്ട അല്ലായിരുന്നു നേരത്തെ ഇവിടെ നല്ല ഒറിജിനൽ 3 ചൂണ്ട നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു. അപ്പോൾ ആരോ ഇതുപോലെ ചൂണ്ടയിടാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവർ അത് അടിച്ചുകൊണ്ട് പോയി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഉണ്ടാക്കിയ ചൂണ്ടയാണ്. ഒരു ചൂണ്ട ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അവിടെ ചെറിയൊരു വള്ളമൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്താണ് അവർ കരിമീനെ വളർത്തുന്നത്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ കിട്ടിയാലോ കിട്ടിയാലോ അവർക്ക് കൊണ്ടുപോകാം. ചൂണ്ടയിട്ട് കുറച്ച് നേരം കൊണ്ട് ഇരുന്നൊന്നും കിട്ടുന്നില്ല. പക്ഷെ അത് നിറച്ച് കരിമീനാണ്, വളർത്തുന്ന കരിമീനുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കരിമീൻ ഇപ്പോൾ ഒരു 4 മണിയായി കാണും. അവന് ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് പക്ഷേ അവന് കിട്ടിയേക്കും ഒരു പക്ഷേ. കുറച്ച് നേരമായിട്ട് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാം ഒന്നും വരണ്ടായോ. നടുക്കോട്ടൊക്കെ അവനോട് ചൂണ്ട കിട്ടിയിട്ടുണ്ട്. ഒരു പിടയ്ക്കുന്ന കരിമീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കരിമീൻ മാത്രമേ ഉള്ളൂ. അത് ചെമ്പല്ലി ഉണ്ടെന്നാണ് പറയുക. ചെമ്പല്ലിയെ പക്ഷേ പിടിച്ചാൽ തിരിച്ച് വിടണമെന്നാണ് ചേട്ടൻ പറയാം. ചെമ്പല്ലി വളരെ വലുതാവുന്ന ഒരു മീനാണ്. കരിമീനെ കണ്ടോ? കരിമീനിൻ്റെ ഗോൾഡൻ കളറുള്ള കരിമീനാണ്. എന്താ നല്ല ഭംഗിയുള്ള കരിമീനാണ്. ഈ കായൽ ഇതൊരു NTPCയുടെ പടിഞ്ഞാറേ ഗേറ്റ്, ഹൈവേയിൽ നിന്ന് പടിഞ്ഞാട്ട് വന്ന് NTPCയുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള ഒരു കായലോര റിസോർട്ടാണിത്. റിസോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കവിടെ ഫുഡൊക്കെ കഴിക്കാവുന്ന ഒരു അത്യാവശ്യം ചിലവാക്കാൻ പറ്റുന്ന ഒരു കായലോരമാണിത്. വേണ്ട മനോഹരമായ സ്ഥലമാണ്. അവിടെ ഒത്തിരി സ്ഥലം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു അടുപ്പിൽ കപ്പ മുമ്പേ അമ്മച്ചി അരിഞ്ഞ ആ കപ്പ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പ വേവിച്ചൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. രാത്രിയിലൊക്കെ നല്ല ഭംഗിയാണ്. അവിടെ സൂര്യൻ അസ്തമിക്കുന്ന അതൊക്കെ ഞങ്ങൾ ആ പറഞ്ഞ ഞണ്ട് റോസ്റ്റ് റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതേ കാല് തന്നെ ആ ഇരിപ്പ് കണ്ടോ? കപ്പ പുഴുങ്ങിയതും കപ്പ വേവിച്ചതാണ്. പിന്നെ പൊറോട്ടയും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ ഞണ്ടിൻ്റെ കാല് പൊട്ടിക്കുന്ന ഇച്ചിരി പണിയാണ്. അതെങ്ങനെ പൊട്ടിക്കും എന്ന് എനിക്കറിഞ്ഞുകൂടാ. കടിച്ചാൽ പൊട്ടുന്ന സാധനമല്ലത്. ഒരു ചെറിയ ചുറ്റിക ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് അടിച്ച് പൊട്ടിക്കാമായിരുന്നു. കപ്പ ഞണ്ടിൻ്റെ അതിൻ്റെ ഗ്രേവിയാണ്. ഇവർ പൊറോട്ടയും ഗ്രേവിയും ഒന്ന് അടിച്ച് നോക്കുകയാണ്. അവൻ്റെ അഭിപ്രായം ഇപ്പോൾ അറിയാം. നല്ല കൊള്ളാം. നല്ല എരിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കരിമീൻ പൊള്ളിച്ചാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞ കരിമീൻ പൊള്ളിച്ചേക്കാട്ടും നല്ലത് അവിടെ സിലോപ്പിയ പൊള്ളിക്കുന്നതാണ് നല്ലതെന്നാണ്. നല്ല ടേസ്റ്റ് സിലോപ്പിയയുടെ ആണ്. കരിമീനെക്കാട്ടിലും അവർത്തുകാർക്ക് ഇഷ്ടം ഈ സിലോപ്പിയ പൊള്ളിച്ചാണ്. 2 സിലോപ്പിയ പൊള്ളിച്ചൂടെ വാങ്ങിച്ചിരുന്നു. തുറന്നപ്പോഴേ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. ആ ഇല പാട്ടിയ മണമൊക്കെ തുറന്നപ്പോഴേ അടിക്കുന്നുണ്ട്. അത് അതൊക്കെ പൊളിക്കാൻ വെച്ച പ്രയാസമാണ്. എന്നാലും പൊളിച്ചെടുത്ത് ഞങ്ങളത് ഒരു ഭാഗത്തെ മൊത്തം തീർത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലും തോല് ബാക്കിയിട്ടുണ്ട്. പിന്നെ തിരിച്ചിട്ടാൽ ബാക്കിയും കൂടെ കഴിച്ചാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ കട്ടൻ കാപ്പി പറഞ്ഞിട്ടുണ്ട്. കാപ്പിയല്ലത് ഇത് ബ്ലാക്ക് ടീ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ടീ ഒക്കെ നല്ല സൂപ്പർ ബ്ലാക്ക് ടീ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടാണ് ചേച്ചി അവർ ഉണ്ടാക്കിയിരിക്കുന്നത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4 മണി ഒക്കെ ആയപ്പോൾ അവിടെ ചെന്നതാണ്. ഇവിടുത്തെ അന്തേവാസിയാണ് ഇത് കണ്ടോ. അവിടെ 1-2 പട്ടികൾ അവിടെ അന്തേവാസികളായിട്ടുണ്ട്. ഒരു പട്ടിക്കുഞ്ഞാണിത്. കണ്ടപ്പോഴേ എൻ്റെ ഭാര്യ പറഞ്ഞു എന്നെ ഇവിടുത്തെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. ഞാനത് സംഭവിച്ചില്ല. ആ കഴിപ്പൊക്കെ ഇവിടുത്തെ ഉറക്കം തുടങ്ങിയെന്ന് തോന്നുന്നു. കണ്ടോ നല്ലപോലെ വയറ് നിറഞ്ഞതിൻ്റെയാണ്. എന്തുകാര്യം ഇത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ ഇത് കാണാം. അമലാസ് കാറ്റുകട ആൻഡ് കാറ്ററിംഗ് സർവീസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.